ഇന്ന് നമുക്ക് വലിയ ആർഭാടമൊന്നുമില്ലാത്ത ഒരു മാഗി നൂഡിൽസ് ഉണ്ടാക്കാം. ഇതിന് അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു 3/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ആദ്യം. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും കൊത്തി അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി സവാള മതി കേട്ടോ. അതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ 1/4 ഭാഗം, അതുപോലെ തന്നെ ഒരു 3 ബീൻസ്, ഇത്രയും സാധനങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ പച്ചക്കറിയായിട്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഒരു മിനിറ്റിന് ശേഷം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റിയിട്ട് എന്നിട്ട് ഒരു 3-4 ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് അതുകൂടെ ചേർത്ത് ഒരു മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കാം. മാഗി മസാല ഞാൻ ഒരു 3 പാക്കറ്റ് എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ 3 കട്ട തന്നെ എടുക്കുന്നുണ്ട് മാഗി. അപ്പോൾ 3 പാക്കറ്റ് എടുത്തിട്ട് മസാല ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാട്ടോ വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള മാഗി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ തന്നെ മാഗി ചൂടുവെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഊറ്റിക്കളഞ്ഞിട്ട് പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടിട്ട് കുഴക്കണ്ട, നമുക്ക് 2 കൈയിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി പതിയെ. അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗി ആട്ടോ.